അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 2-ാം വാല്യം 5-ാം പേജ് തുടർച്ച. വലവിത്തഫഖ ഫർദാനി ഫില്ലിബിലി, 2 ഫർദുകൾ ഒത്തുകൂടി ഫില്ലിബിലി ഒരുത്തൻ്റെ ഒട്ടകങ്ങളിൽ. എങ്ങനെ 2 ഫർദ് ഒത്തുകൂടുന്നതിൻ്റെ കോലം? കമിയത്തെ ബൈരി, ഒരുത്തന് 200 ഒട്ടകമുണ്ട്. 200 ഒട്ടം ഉണ്ടാകുമ്പോൾ 2 ഫർദുണ്ട്. അതായത് 50-ൻ്റെ കണക്കെടുത്തിക്കുകയാണെങ്കിൽ 4 ഹിക്ക കൊടുക്കണം. ബിന്ദുലബൂൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 5 ബിന്ദുലബൂൻ കൊടുക്കണം. കാരണം ഓരോ 40 ഒരു ബിന്ദുലബൂനാണല്ലോ. അങ്ങനെ 2 എണ്ണം ഒത്തുകൂടിയാൽ പറയട്ടെ. ഫർദുഹ, ഈ 200 ഒട്ടകത്തിൽ നിർബന്ധമായതാകുന്നത് ബിഹിസാബി ബനാത്തിൽ ലബൂനി, ഓരോ 40 ഒരു ബിന്ദുലബൂൻ കൊടുക്കണം എന്നാണല്ലോ. ആ കണക്ക് പ്രകാരം അവിടെ ഫർദാകുന്നത് ഹംസുൻ, 5 ബിന്ദുലബൂനാണ്. കാരണം 200-ൽ 5 40-കളുണ്ട്. ഒബി ഹിസാബിൽ ഹിക്കാഖി, എന്നാൽ 50-ലൊരു ഹിക്ക എന്ന കണക്കെടുത്ത് നോക്കിയാൽ അവിടുത്തെ ഫർദാകുന്നത് അർബൗൻ, 4 ഹിക്കകളാണ്. കാരണം ഒരു 50-ൽ ഒരു ഹിക്ക ആണല്ലോ, 4 50ആണല്ലോ 200-ലുള്ളത്. അപ്പോൾ അവിടെ ബിന്ദുലബൂനാണെങ്കിൽ 5 ബിന്ദുലബൂന്, ഹിക്കയാണെങ്കിൽ 4 ഹിക്ക, അങ്ങനെ രണ്ടും കൂടി അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ ഫൽ മദ്ഹബു, റാജിഹായ അഭിപ്രായമാകുന്നത് ലാ യതഅയ്യനു, നിജമാകൂല എന്നാണ്. അർബു ഹക്കായിക്ക, ഓരോ 50-ൻ്റെ കണക്കെടുത്തിട്ട് 4 ഹിക്ക തന്നെ കൊടുക്കണമെന്നില്ല. പിന്നെയോ ബൽ ഹുന്ന ഔ ഹംസു ബനാത്തി ലബൂനിൻ, എങ്കിലും ആ 200 ഒട്ടകക്കാരിൽ നിർബന്ധമായതാകുന്നത് ഹുന്ന, ഒന്നുകിൽ 4 ഹിക്കകൾ, ഔ ഹംസു ബനാത്തി ലബൂൻ, അല്ലെങ്കിൽ 5 ബിന്ദുലബൂനുകൾ. ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് മദ്ഹബായ ജദീദ്. വൽ ഖദീമു, എന്ന മദ്ഹബിൻ്റെ മറുഭാഗത്തുള്ള ഖദീമായ കൗലാകുന്നത് യതഅയ്യനുൽ ഹിഖാഖു, അവിടെ 4 ഹിക്കകൾ തന്നെ കൊടുക്കണം എന്നാണ്. 5 ബിന്ദുലബൂൻ കൊടുത്താൽ പോരാ. ഞാൻ എന്താ നദരം നോക്കിയിട്ടില്ല. ഇത്തിബാരി സിയാദി സിന്നി അവര, ഫസ്റ്റിക്ക് തന്നെ വയസ്സിൻ്റെ വർധനവിനെ പരിഗണിച്ചതിൽ നോക്കി. എങ്ങനെയാണ് പിന്നെ വയസ്സിൻ്റെ സിയാദത്തിനെ പരിഗണിച്ചെന്ന് കിട്ടിയ എങ്ങനെ? അത് ബിദലീൽ തിറക്കി ഇലൽ ജദത്തി, ഈ ദലീൽ തിറക്കി കയറുന്ന ദലീലുകൊണ്ട് ഇലൽ ജദത്തി, ജദ വരെ കയറുന്നുണ്ടല്ലോ. അല്ലത്തിഹിയ മുന്തഹൽ കമാലി ബില്ലസ്ലാനി, വയസ്സിലെ കൂട്ടത്തിൽ കമാലിൽ വെച്ച് അങ്ങേയറ്റത്തത് ജദയാണ്. 4 വയസ്സായതാണല്ലോ. അപ്പോൾ 4 വയസ്സ് വരെ കയറുകയാണ്. അതായത് പിന്നെ 25 ഉണ്ടെങ്കിൽ 1 വയസ്സുള്ള ബിന്ദു മഖാദ്, 36 ഉണ്ടെങ്കിൽ ഒരു 2 വയസ്സുള്ള ബിന്ദു ലബൂന്, 46 ഉണ്ടെങ്കിൽ 3 വയസ്സുള്ള ഹിക്ക, 61 ഉണ്ടെങ്കിൽ 4 വയസ്സുള്ള ജദ. പിന്നെ അങ്ങോട്ട് 76 ഉണ്ടെങ്കിൽ പിന്നെ ജദേൻ്റെ മേലോട്ട് പോകണില്ല, മറിച്ച് 2 ബിന്ദു ലബൂന്, 92 ഹിക്ക, അങ്ങനെ. അപ്പം പിന്നെ ജദ വരെ ആണല്ലോ അസ്നാൻ്റെ കൂട്ടത്തിൽ, വയസ്സുകളുടെ കൂട്ടത്തിൽ കമാലാകുന്ന ജദ വരെ കയറാണല്ലോ എന്ന ദലീലുകൊണ്ട്. എന്നിട്ടോ സുമ്മല്ലുദൂലി, ജദ എത്തിയാൽ പിന്നെ തെറ്റാണ്. എങ്ങോട്ട് തെറ്റാണ്? ഇലാസിയാത്തില്ലതി, എണ്ണത്തിൻ്റെ വർധനവിലേക്ക് നോക്കൂ. പിന്നെ 61-ലാണ് ജദ കൊടുക്കേണ്ടത്. പിന്നെ അതിനേക്കാൾ കൂടുതൽ 76 ഉണ്ടെങ്കിൽ അവിടെ എണ്ണം 2 ബിന്ദുലബൂനാണ്. 91 ഉണ്ടെങ്കിൽ 2 ഹിക്ക, 121 ഉണ്ടെങ്കിൽ 3 ബിന്ദുലബൂന്, അങ്ങനെ പിന്നെ എണ്ണം കൂടുക ചെയ്യുന്നത്. അപ്പം വയസ്സിൻ്റെ തിരക്ക് ജദ വരെയല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വയസ്സ് ഇവിടെ ഹിക്ക വയസ്സ് കൂടിയതാണല്ലോ, ജദേൻ്റെ താഴെയല്ലോ, അതുകൊണ്ട് ഹിക്കൻ്റെ കൊടുക്കണം എന്നാണ് ഖദീമു. വസ്തുതല്ല നബി റളിയല്ലാഹു അൻഹു ലക്ഷ്യം അല്ല ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് ശറാസി ദലീൽ പിടിച്ചു ഫിൽ മുഹദ്ദബി, തൻ്റെ മുഹദ്ദബ് എന്ന കിതാബിൽ, വഗൈരിഹി, മുഹദ്ദബ് അല്ല, അല്ലെങ്കിൽ വസ്തുതില്ല എന്നും വായിക്കാം. വസ്തുതില്ല ദലീൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഫിൽ മുഹദ്ദബി വഗൈരിഹി, മുഹദ്ദബ് എന്ന കിതാബിലും മുഹദ്ദബ് അല്ലാത്ത കിതാബിലും ഒക്കെ ദലീൽ പിടിക്കപ്പെട്ടു. ലിൽ ജദീദി, ജദീദിന്, ജദീദ് മദ്ഹബ് നേരത്തെ പറഞ്ഞാണ് 200 ഒട്ടമുള്ള 4 ഹിക്കന്നെ കൊടുക്കേണ്ട, ഒന്നുകിൽ 4 ഹിക്ക കൊടുക്കുക, അല്ലെ 5 ബിന്ദുലബൂൻ കൊടുക്കുക, രണ്ടിൽ ഏതും ചെയ്യാം എന്ന ജദീദിലേക്ക് ലക്ഷ്യം പിടിക്കപ്പെട്ടു. ബിമാഫി നുസ്ഖത്തി കിതാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയതിൻ്റെ പകർപ്പിലുള്ള ഒന്നുകൊണ്ട്. എന്തുകൊണ്ട് തങ്ങൾ എഴുതി? ബിസദഖത്തി, സക്കാത്ത് കൊണ്ട് തങ്ങൾ എഴുതിയ ആ എഴുത്തിൻ്റെ പകർപ്പിലുള്ളതുകൊണ്ട്. എന്താണ് പകർപ്പിലുള്ളത്? ഫൈദാ കാനത്ത് മിയത്തൈനി ഫഫീഹ അർബഉ ഹിഖാഖിൻ ഔ ഹംസു ബനാത്തി ലബൂനിൻ അയ്യു സിന്നൈനി ഉജിദത്ത് ഉഖിദത്ത് എന്ന ആ നുസ്ഖയിലുള്ളതുകൊണ്ട്. ഫൈദാക്കാലത്ത് മേത്തൈനി, ഒരുത്തൻ്റെ ഒട്ടകങ്ങൾ 200 എത്തിയാൽ ഫഫീഹ, 200 ഒട്ടകത്തിലുണ്ട്
അർബോ ഹിക്കാക്കിൻ, ഒന്നുകിൽ 4 ഹിക്കകളുണ്ട്, ഔ ഹംസുബനാത്തിലബൂനിൻ, അല്ലെങ്കിൽ 5 ബിന്തിലബൂനുകളുണ്ട്. അയ്യുസിന്നൈനി ബുജിദത്ത്, ഈ 2 വയസ്സിൽ നിന്ന് ഏതെത്തിക്കപ്പെട്ടാലും, അത് ഒന്നുകിൽ 4 ഹിക്ക അല്ലെങ്കിൽ 5 ബിന്തിലബൂൻ, ഏതെത്തിക്കപ്പെട്ടാലും ഉഖ്ദത്ത് അതിനെടുക്കപ്പെടാം എന്ന് ഹദീസുള്ളതുകൊണ്ടാണ് ജദീദരെ പിടിച്ചത്. ഈ 2 ഏതോ എടുക്കാമെന്നാണല്ലോ, അതുകൊണ്ട് ഏത് വേണം കൊടുക്കാം, ഹിക്കന്നെ കൊടുക്കണമെന്നില്ല. റവാഹു അബൂദാവൂദ വഗൈറുഹു, ഈ ഹദീസിനെ അബൂദാവൂദും ഗൈറും ഒക്കെ റിവായത്ത് ചെയ്തു. അൻ സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമറ, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ പുത്രനാകുന്ന സാലിം റളിയല്ലാഹു റിവായത്ത് ചെയ്തു. എന്നത് അന്നഹു, നിശ്ചയമായിട്ട് ഈ സാലിം റളിയല്ലാഹു ആകുന്നത് ഖറാഹു, ഈ വിഷയത്തിന്, അഥവാ ഫൈദാക്കാനത്ത് മിയത്തേനി ഫഫിഹ അർബു ഹിക്കാക്കിൻ ഹംസുബനാത്തി ലബൂനിൻ അയ്യുസിന്നൈനി ഉജിയത്ത് ഉഖദത്ത് എന്നുള്ളതായിരിക്കുന്ന ഈ വാക്കിനെ സാലിം റളിയല്ലാഹു അൻഹു ഓതി മിനൽ കിതാബി, ആ റസൂൽ സങ്ങളുടെ ആ സക്കാത്ത് കൊണ്ടുള്ള എഴുത്തിൽ നോതി. വലം യദ്കുർ, എന്നാൽ ആ സാലിം ബിൻ അബ്ദുല്ല എന്നിവർ പറഞ്ഞിട്ടില്ല സമാഅഹു, സാലിം ബിൻ അബ്ദുല്ല കേട്ട് എന്ന്, ലഹു അദ്ദേഹം ഈ എഴുതിയ ഈ എഴുത്തിലുള്ളതായിരിക്കുന്ന ഫൈദാക്കാനത്ത് മിയത്തേനി വഫിഹ അർബു ഹിക്കാക്കിൻ ഔ ഹംസു ബനാത്തി ലബൂനിൻ അയ്യുസിന്നൈനി ഉജിയത്ത് ഉഖദത്ത് എന്ന വാക്കിനെ സാലിം റളിയല്ലാഹു അൻഹു കേട്ടു. ആ നബീഹി, സാലിം റളിയല്ലാഹുവിൻ്റെ പിതാവാകുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തൊട്ട് കേട്ടു എന്ന വിഷയം പറഞ്ഞിട്ടില്ല. ഫി ജുംലത്തി ഹദീസിൽ കിതാബി, ആ തങ്ങൾ എഴുതിയ എഴുത്തിൻ്റെ ആ ഹദീസിൻ്റെ കൂട്ടത്തിലായിട്ട് പറഞ്ഞിട്ടില്ല. ഖത്താ ബഅദുൽ അസ്ഹാബി, എന്നാൽ ഷാഫിയാമിൻ്റെ അസ്ഹാബ് എന്നുള്ള ചെല്ല് ഉറപ്പിച്ച് പറഞ്ഞു ബിൽ ജദീദ്, ജദീദ് മാത്രമേ ഉള്ളൂ ഇവിടെ, അതായത് മറ്റേ ഖദീമല്ല, 2 ഏത് വേണമെങ്കിലും ചെയ്യാം, ഒന്നുകിൽ 4 ഹിക്ക അല്ലെങ്കിൽ 5 ബിന്തിൽ ഏതും കൊടുക്കുക എന്നുള്ള ജദീദ് മാത്രമേ ഉള്ളൂ. വഹമല, എന്നിട്ട് ആ ബഅദുൽ അസ്ഹാബ് ചുമത്തുകയും ചെയ്തു അൽ ഖദീമ, ഖദീമിനെ. ഖദീമാർ പറഞ്ഞത് യതഅയ്യനുൽ ഹിഖാഖ് എന്നാണ്, ഹിക്കന്നെ നിർണിതമാവും, ഹിക്കന്നെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്, പിന്നെ ബിന്ദുലബൂലിലേക്ക് പോകാൻ പറ്റില്ല, ഹിക്കന്നെ കൊടുക്കാൻ പറ്റും എന്ന അഭിപ്രായത്തിന് എന്ന ഖദീമിനെ ചുമത്തിയവർ എന്തിൻ്റെ മേൽ ചുമത്തി? അലാമാ ഇദാലം യൂജദില്ലൽ ഹിഖാഖു, ആ നാട്ടിൽ അവിടെ ഹിക്ക അല്ലാതെ വേറൊന്നുമില്ല, ഹിക്ക മാത്രമുണ്ട്, അങ്ങനത്തെ അടുത്താണ് ഹിക്ക മാത്രം കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞത് എന്ന് ചുമത്തി. വലം യുസന്നിഫ് റൗദത്തി കാസിലിഹ, അസ്ലി റൗദൻ്റെ മാതിരി റൗദയിൽ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല വ്യക്തമാക്കിയിട്ടില്ല. ഈ തസ്സീ വാഹിദ് മിന തരീഖൈനി, ഈ 2 തരീഖ്, അഥവാ ഒന്ന് ജദീദാകുന്ന മദ്ഹബ് എന്ന് പറഞ്ഞ് 2 ഏത് വേണമെങ്കിലും കൊടുക്കുക എന്നതിനെയോ, അല്ലെ ഖദീമാകുന്ന മറ്റേ തരീഖ്, പിന്നെ ഇക്കന്നെ നിജമാകുന്നില്ലേ, അത് 2 ഒന്നിനെയും സീയാക്കൽ കൊണ്ട് വ്യക്തമാക്കിയിട്ടില്ല. വസുഹിഹ, അല്ലെങ്കിൽ വസഹ റാഫിയാം സീയാക്കിൻ്റെ തരീക്കൽ കൗലൈനി, 2 കൗല്, കസീൻ്റെ തരീക്കല്ലാത്ത പിന്നെ 2 ഏത് വേണമെങ്കിലും ചെയ്യാമെന്നെയും അതല്ല ഹിക്കന്നെ നിജം നിർണിതമാകും എന്നുള്ളതായിരിക്കുന്ന 2 കൗലിനെ ഇക്കാത്ത് ചെയ്യുന്ന ഖിലാഫിൻ്റെ തരീക്കിനെ സഹിയാക്കിയത് സർവസദിലും സർവമതബിലും ഒക്കെ. വസുഹിഹ തരീക്കുൽ കൗലൈനി, കൗൽ 2 കൗലിൻ്റെ തരീക്ക്, പിന്നെ കത്തിൻ്റെ തരീക്കല്ല നടത്തും. ഇവിടെ ശരിയാക്കപ്പെട്ടത് ഷെറു സഹീൽ റാഫിയാമിൻ്റെ, അതിന് സലമുദ്ദീൻ നബീൻ്റെ സലമുദ്ദീനൊക്കെ. പൽ ഖദീമി, അപ്പം ഖദീം പ്രകാരം, അഥവാ ഹിക്ക തന്നെ നിർബന്ധമാകും, 200 ഒട്ടമുള്ളതായിരിക്കുന്ന ആൾക്ക് ഓന് ബിന്ദുലബൂനിൽ കൊടുത്താൽ പറ്റൂല എന്നുള്ളതായിരിക്കുന്ന ഖദീം പ്രകാരം ഇൻ വുജൂദിൽ ഹിഖാഖു ഇൻദഹു, ആ 200 ഒട്ടകത്തിൻ്റെ മുതലാളിയെടുക്കൽ ഹിക്കനെത്തിക്കപ്പെട്ടു. അത് എങ്ങനെ എത്തിക്കപ്പെട്ടു? സിഫത്തിൽ ജിസായി, സക്കാത്തിന് മതിയാകുന്ന സിഫത്ത് പ്രകാരം ഐബുകളും ന്യൂനതകളും കുറവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ എത്തിക്കപ്പെട്ടു. മിൻ ഗൈരി നഫാസത്തിൻ, അതാണെങ്കിൽ കരീമത്തൊന്നും അല്ല, വളരെ ലാളനയോട് കൂടി പോറ്റുന്ന അങ്ങനത്തെ മൃഗട്ടല്ലാനും അല്ലാതെ തന്നെ ഹിക്ക ഓൻ്റെ മൃഗത്തിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഖൈറുഹു, എന്നാൽ പിന്നെ ആ ഹിക്കല്ലാത്ത ബിന്ദുലബൂനൊന്നും മതിയാവൂല, ജായിസാവൂല. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ 200 ഒട്ടകക്കാരൻ്റെ സ്വത്തിൽ ഹിക്കകളില്ല എങ്കിൽ നസല, ആ 200 ഒട്ടകത്തിൻ്റെ മുതലാളിക്ക് ഇറങ്ങ മിൻഹ, ഓന് കൊടുക്കൽ നിർബന്ധ ഹിക്കാണല്ലോ,
ആ 4 ഹിക്കയിൽ നിന്ന് ഇറങ്ങാം. എങ്ങോട്ടിറങ്ങാം? ഇലാ ബനാത്തിൽ ലബൂരി, ഒരു വയസ്സ് കുറഞ്ഞ 2 വയസ്സായ പെണ്ണൊട്ടകത്തിലേക്ക് ഇറങ്ങാം. ഔ സൈദിൽ ജിത, അല്ലെങ്കിൽ ഒരു വയസ്സോട് കൂടിയ ജത. ഇപ്പോൾ ഹിക്കാനുള്ള നിർബന്ധമായത് ഹിക്ക കൊടുക്കാതെ പകരം ജത കൊടുക്കുക, ഒരു വയസ്സ് കൂടി. പക്ഷേ മഹൽ ജുബ്രാനി, അങ്ങനെ ഇറങ്ങിയും കയറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ജുബ്രാൻ കൊടുക്കേണ്ടി വരും. ജുബ്രാൻ എന്ന് പറഞ്ഞാൽ 2 ആട് അല്ലെങ്കിൽ 20 ദിർഹം. അത് ഇറങ്ങുകയാണെങ്കിൽ ഇവൻ ഇങ്ങോട്ട് കിട്ടും, കയറുകയാണെങ്കിൽ ഇവൻ അങ്ങോട്ട്, അല്ല ഇറങ്ങുകയാണെങ്കിൽ ഇവൻ അങ്ങോട്ട് കൊടുക്കണം ജുബ്രാന്, കയറുകയാണെങ്കിൽ ഇവൻ ഇങ്ങോട്ട് വാങ്ങാം. പക്ഷേ ജുബ്രാനെ പറ്റി ഇൻഷാ അല്ലാഹ് മത്തിൽ വരുന്നുണ്ട്. ഖാലഫി ഷറഹുൽ മുഹദ്ദബി, എന്നാൽ ഷറഹുൽ മുഹദ്ദബിൻ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു വൈൻ ഷാ അസ്തറൽ ഹിക്കാക്ക എന്നും പറഞ്ഞു. വൈൻ ഷാ, ഈ 200 ഒട്ടകമുള്ളതായിരിക്കുന്ന ആൾ മുതലാളി, അവനക്ക് വേണമെങ്കിൽ ഈ ഹിക്കനെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അത് സക്കാത്തിൽ കൊടുക്കണം, അങ്ങനെ ചെയ്യാമെന്ന്. ഫൈൻ വുജിദ, ഇനി എത്തിക്കപ്പെട്ടാൽ അൽ മദ്ഹബിൽ ജദീദി, ജദീദായ മദ്ഹബ് പ്രകാരം, അഥവാ 200 ഒട്ടകമുള്ളവനിക്ക് ഹിക്കന്നെ കൊടുക്കണമെന്നില്ല, ഒന്നുകിൽ 4 ഹിക്ക അല്ലെങ്കിൽ 5 ബിന്ത് ലബൂന്, രണ്ടും കൊടുത്താൽ മതി എന്ന മദ്ഹബ് പ്രകാരം എത്തിക്കപ്പെട്ടാൽ ബിമാലിഹി, ആ 200 ഒട്ടകമുള്ളതായിരിക്കുന്ന മുതലാളിയുടെ സ്വത്തിലെത്തിക്കപ്പെട്ടാൽ അഹദുഹുമാ, രണ്ടും നേതോ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ 4 ഹിക്കുണ്ട് അല്ലെങ്കിൽ 5 ബിന്ത് ലബൂനാണുള്ളത്, എങ്കിൽ ലുഹദമിന്നു, എന്താണ് അവൻ എത്തിക്കപ്പെട്ട് അതിന് പിടിക്കപ്പെടും. കമാസബ് കഫിൽ ഹദീസി, കഴിഞ്ഞ ഹദീസ് പറഞ്ഞല്ലോ. ഫൈദാക്കാനത്തി മിയത്തൈനി വഫിഹ അർബഊൻ ഹിക്കാക്കിൻ ഔ 5 ബനാത്ത് ലബൂൻ അയ്യുസിന്നൈനി ഉജിദത്തു ഖുദത്ത്, റവാഹു അബൂ ദാവൂദ് എന്ന് പറഞ്ഞ ഹദീസിന് വേണ്ടി. സവാഉല്ലം യൂജമിൽ ആഖിരി ഷൈഉൻ, അവിടെ ഇപ്പോൾ 4 ബിന്ത് ലബൂന്, അല്ല 5 ബിന്ത് ലബൂന് അല്ലെങ്കിൽ 4 ഹിക്ക നല്ല കൊടുക്കേണ്ടത്. അതിൽ നിന്ന് പിന്നെ മറ്റേത് ഇപ്പോൾ ഹിക്ക ഉള്ളതെങ്കിൽ 4 ഹിക്കുണ്ട്, അപ്പോൾ അവിടെ മറ്റേ ബിന്ത് ലബൂന്ന് എത്തിക്കപ്പെട്ടില്ലെങ്കിൽ ശരിശീൻ ഒന്നും എത്തിക്കപ്പെട്ടിട്ടില്ല, തീരെ ബിന്ത് ലബൂ തന്നെയല്ല. ഔജിത ബഅ്ലുഹു, അല്ലെങ്കിൽ അല്പമുണ്ട്, 5 ബിന്ത് ലബൂൻ കൊടുക്കണം, അത് നോക്കുമ്പോൾ എന്തെങ്കിലും 3 ബിന്ത് ലബൂനൊക്കെ ഉള്ളൂ. അങ്ങനെ 2ആയിരുന്നാലും അവനക്ക് പിന്നെ ഓരോ സ്വത്തിൽ ഏതാ ഉള്ളതെങ്കിൽ അതെടുക്കും. എന്താ മറ്റേത് കുറവാണെങ്കിൽ എടുക്കുന്നറിയാൻ കാരണം ഇതിനാക്കിസു, കാരണം എണ്ണത്തിനേക്കാൾ കുറഞ്ഞത്. ഇപ്പം ബിന്ത് ലബൂനുണ്ട്, പക്ഷേ ബിന്ത് ലബൂന് 5 വേണം, അല്ലെങ്കിൽ 3 ഉള്ളൂ. അങ്ങനത്തെ നാക്കിസുക്കൽ മധുമേൽ തീരെ ഇല്ലാത്ത മാതിരിയാണ്, അതുകൊണ്ടാണ് മറ്റേ എടുക്കാന്ന് പറഞ്ഞത്. അപ്പോൾ കദാലിക്കൽ മഴീബു എന്ന പോലത്തെയാണ് അയിബാക്കപ്പെട്ടതായിരിക്കുന്നു. മറ്റേ ബിന്ത് ലബൂനുണ്ട്, പക്ഷേ ബിന്ത് ലബൂന് കൈയൊടിഞ്ഞതോ കണ്ണ് പൊട്ടിയതോ ഒക്കെയാണ്, എന്നാലും ആടെ ഇക്കയിലേക്ക് തന്നെ നീങ്ങും ഗതിയ പ്രകാരം. വലൂക്കാനല്ല ആഹ്റു, ഇനി ഇവനിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ച് 200 ഒട്ടകക്കാരനാണല്ലോ, അവനൊന്നുകിൽ ഹിക്ക് കൊടുക്കണം, ചെയ്ത് കൊടുക്കണം. അതിൽ മൂപ്പരെടുക്കൽ ഹിക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ മറ്റേ ഉണ്ടല്ലോ ബിന്ത് ലബൂന്, അതാണെങ്കിൽ അംഫാലിൽ മസാക്കിനി, മിസ്കിന്മാർക്ക് വലിയ ഉപകാരം അത് കിട്ടിയാലാണ്, പൈസ കൂടുതൽ അതിനാണുള്ളത്. എന്നാലും യുക്കലവ് തസ്സീലുഹു, ഫക്കീർമാർക്ക് ഉപകാരമുള്ള അത് തന്നെ വാങ്ങണം എന്ന് അവനോട് നിർബന്ധിക്കപ്പെടില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത